ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദിയുടെ പിറന്നാളെല്ലാം തന്നെ കഴിഞ്ഞുപോയി. സ്നേഹിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടായിട്ടും തന്റെ പെറ്റമ്മ അടുത്തില്ലാത്തതിന്റെ സങ്കടം ആ കുഞ്ഞു മുഖത്ത് നിഴലിച്ചിരുന്നു. ആ സങ്കടം കണ്ടു നിന്ന് രേവതിയുടെയും സച്ചിയുടെയും ഉള്ളുലഞ്ഞു. ആ കാഴ്ച കണ്ട് ആദിയുടെ വീട്ടിൽ നിന്നും മടങ്ങുന്ന സച്ചിയും രേവതിയും കാറിൽ വളരെയധികം നിശബ്ദരായിരുന്നു. പുറത്തു നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു. കാറിന്റെ ചില്ലുകളിൽ പതിഞ്ഞ മഴത്തുള്ളികൾ പോലെ തന്നെയായിരുന്നു രേവതിയുടെ മനസ്സിലെ ചിന്തകളും. അവൾ ആലോചിച്ചത് ആദിയുടെ നിഷ്കളങ്കമായ മുഖത്തെക്കുറിച്ചാണ്. ഒരമ്മയുടെ സാമീപ്യം ആ കുട്ടി എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് അവൾക്ക് ബോധ്യമായി. സച്ചി പതുക്കെ മൗനം ഭേദിച്ചു. രേവതി, നീ എന്തിനാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? സച്ചി ചോദിച്ചു. രേവതി ഒന്ന് നെടുവീർപ്പിട്ടു. സച്ചിയേട്ടാ, ആദി പാവം കൊച്ച്. അവന്റെ അമ്മക്ക് അവനോട് ഇത്രയുള്ളൂ സ്നേഹം. പിറന്നാളായിട്ട് പോലും ഒന്ന് കാണാൻ വന്നില്ലല്ലോ. വിമലാന്റിക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? സച്ചിക്ക് രേവതിയുടെ വിഷമം മനസ്സിലാവും. അവൻ അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ രേവതി. അന്ന് നീ കുളത്തിൽ വീണപ്പോൾ നിന്റെ ജീവൻ രക്ഷിച്ചത് അവനാണ്. ദൈവം അയച്ച ഒരു മാലാഖയെ പോലെയാണ് അവൻ അന്ന് വന്നത്. എനിക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ മനസ്സിലേക്ക് ഒരേ ചിന്ത ഉദിക്കുന്നത്. അതൊരു വലിയ തീരുമാനമായിരുന്നു. ആദിയെ സ്വന്തം മകനായി തന്നെ വളർത്തുക എന്ന തീരുമാനം. പക്ഷേ ആ തീരുമാനം ഈ വലിയ തറവാട്ടിൽ അത് എത്രമാത്രം കൊടുങ്കാറ്റുണ്ടാക്കുമെന്നും അവരപ്പോൾ ചിന്തിച്ചില്ല. അതേസമയം തറവാട്ടിൽ മറ്റൊരു നാടകമാണ് അരങ്ങേറുന്നത്. ശ്രീകാന്തും വർഷയും തമ്മിൽ വലിയൊരു പിണക്കത്തിലാണ്. വർഷയുടെ അമ്മ നൽകിയ ചെക്കിനെ ചൊല്ലിയുള്ള ആ ഒരു തർക്കം അവർ രണ്ടുപേരെയും അകറ്റിയിരുന്നു. ശ്രീകാന്ത് തന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി വർഷയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുറിയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് ചെന്നു. വർഷ, നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചാലോ? ഇന്ന് രേവതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വർഷയുടെ ദേഷ്യമൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും വേണ്ട, നീ വേണമെങ്കിൽ പോയി കഴിച്ചോ. ശ്രീകാന്ത് അന്നേരം സോറി പറഞ്ഞുകൊണ്ടേയിരുന്നു. എടോ, നിന്റെ അമ്മ കൊണ്ടുവന്ന ചെക്കിന്റെ കാര്യത്തിൽ നിനക്കും പങ്കുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. നമുക്കിനിത് മറക്കാം. ഒടുവിൽ ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വർഷയുടെ പിണക്കം മാറി. അവർ രണ്ടുപേരും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ അവൾ തമാശ രൂപേണ പറഞ്ഞു. എനിക്ക് നല്ല ഭക്ഷണം വാങ്ങി തന്നില്ലെങ്കിൽ പിന്നെ നീ വിവരം അറിയും. അവർക്കിടയിലെ മഞ്ഞുരുകുന്നത് ആ വീട്ടിലെ ഏക ആശ്വാസമായ കാഴ്ചയായിരുന്നു. ശ്രുതി ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. തന്റെ മകനായ ആദ്യ രേവതിയും സച്ചിയും ഇത്രമധികം സ്നേഹിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കള്ളത്തരങ്ങൾ എപ്പോഴാണ് പുറത്താവുക എന്ന പേടി അവളെ വേട്ടയാടി. രേവതിയും സച്ചിയും ആദിയുടെ പിറന്നാളിന് പോയ വിവരം അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത അസൂയയും സങ്കടവും തോന്നി. തന്റെ സ്വത്തും മകനോട് ചെലവഴിക്കേണ്ട സമയം മറ്റുള്ളവർ തട്ടിയെടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. രേവതിയും സച്ചിയും വീട്ടിലെത്തിയപ്പോൾ ശ്രുതിയുടെ മുഖത്തെ ഭാവം കണ്ട് അവർ അമ്പരന്നു. ശ്രുതി, നിനക്കിത് എന്തു പറ്റി? മുഖമാകെ വാടിയിരിക്കുന്നല്ലോ, രേവതി ചോദിച്ചു. ശ്രുതി ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറി. പിന്നെ വൈകുന്നേരമായപ്പോൾ സച്ചിയും രേവതിയും തങ്ങളുടെ തീരുമാനം വീട്ടുകാരെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. സച്ചി രവീന്ദ്രനെ വിളിച്ചു. ബാമാന്റെയും ചന്ദ്രമതിയും എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചു. ചന്ദ്രമതി പതിവ് പോലെ തന്നെ പരിഹാസത്തോടെയാണ് അവിടെ ഇരുന്നത്. അച്ഛാ, ഞാനും രേവതിയും ഒരു വലിയ കാര്യം തീരുമാനിച്ചു. ആദ്യം നമുക്ക് ദത്തെടുത്താലോ? അവൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അവനെ വളർത്താം, സച്ചി ഗൗരവത്തോടെ പറഞ്ഞു. ഹാളിൽ നിശബ്ദത പടർന്നു. ചന്ദ്രമതി പൊട്ടിത്തെറിച്ചു. ആഹാ, ഇതെന്താ സത്രമാണോ? കണ്ട വഴിയിൽ കിടക്കുന്നവരേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവരാന്? ഇതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. രവീന്ദ്രൻ ചന്ദ്രമതിയെ വിലക്കി. നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ, അവർ പറയുന്നത് കേക്ക്. സച്ചിയും രേവതിയും ആദിയുടെ നിസ്സഹായാവസ്ഥയും അവൻ ചെയ്ത ഉപകാരങ്ങളുമൊക്കെ വിവരിച്ചു. വർഷയും ശ്രീകാന്തും ആ തീരുമാനത്തെ പിന്തുണച്ചു. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ ശ്രുതിയായിരുന്നു. അവൾ അകത്തേക്ക് കടന്നു വരുന്നത് എല്ലാവരും കണ്ടു. ചന്ദ്രമതി ശ്രുതിയുടെ സഹായം തേടി. മോളെ, നീ പറ, ഇവർ പറയുന്നത് ശരിയാണോ? നീ വീട്ടിലേക്ക് ഒരു അനാഥ കൊച്ചിനെ കൊണ്ടുവരുന്നത് നിനക്ക് സമ്മതമാണോ? ശ്രുതി ധർമ്മസങ്കടത്തിലായി. ആദ്യം അവളുടെ സ്വന്തം മകനാണ്. അവനെ ദത്തെടുത്ത് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അവൾക്ക് അവനെ എന്നും കാണാൻ പറ്റും. പക്ഷേ അത് തന്റെ രഹസ്യം പുറത്താകുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. മറുഭാഗത്ത് ദത്തെടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് സച്ചിയെയും രേവതിയെയും ശത്രുക്കളാക്കും. ശ്രുതി ആലോചിച്ചു നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ മിന്നിമായുന്ന ഭാവങ്ങൾ വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെയായിരുന്നു. അവൾ എന്തു മറുപടി നൽകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ആദിയുടെയും ആ കുടുംബത്തിന്റെയും ഭാവി. അങ്ങനെ ശ്രുതിയുടെ മറുപടിക്കായി എല്ലാവരും കാതോർത്തു നിൽക്കുന്ന ആ നിമിഷം നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ആ ഹാളിൽ ശ്രുതിയുടെ ഓരോ ശ്വാസോത്താളവും കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതിയുടെ ചോദ്യം ശ്രുതിയുടെ കാതുകളിൽ വന്നലച്ചു. മോളെ, നീ പറ, ഇവരുടെ എടുത്തുചാട്ടം ശരിയാണോ? ശ്രുതിയുടെ ഉള്ളിൽ അപ്പോൾ 1000 ചിന്തകളായിരുന്നു. ആദ്യ തന്റെ ചോരയാണ്, തന്റെ സ്വന്തം മകനാണ്. അവൻ ഈ വീട്ടിൽ വളരുന്നത് തന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. പക്ഷേ സച്ചിയും രേവതിയും അവനെ ദത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ വെറും ഒരു അമ്മയായിട്ടല്ല,
പക്ഷേ സച്ചിയും രേവതിയും അവനെ ദത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ വെറും ഒരു അമ്മയില്ലാത്ത കുട്ടിയുടെ സംരക്ഷക മാത്രമായി മാറും. തന്റെ മകനെ മറ്റൊരാൾ അമ്മ എന്ന് വിളിക്കുന്നത് അവൾക്ക് സഹിക്കാനായില്ല. എങ്കിലും ആ വീട്ടിൽ അവനെ എത്തിക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ശ്രുതി പതുക്കെ പറഞ്ഞു തുടങ്ങി. സച്ചി, രേവതി, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ദത്തെടുക്കൽ എന്ന് പറയുമ്പോൾ നിയമപരമായ കുറെ വശങ്ങളില്ലേ? ആ കൊച്ചിന് ഒരു അമ്മയുണ്ട്. ആ അമ്മ എന്തെങ്കിലും തിരിച്ചു വന്ന് അവകാശം ഉന്നയിച്ചാൽ നമ്മൾ പിന്നെ എന്തു ചെയ്യും? ഈ കുടുംബത്തിന്റെ മാനം അങ്ങ് തെരുവിലാവില്ലേ? ഇത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് ആവേശം കയറി. അതെ, അതാണ് ഞാനും പറഞ്ഞത്. ശ്രുതി പറഞ്ഞത് തന്നെയാണ് ശരി. നാളെ ഏതെങ്കിലും ഒരുത്തി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അത് തന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? സച്ചിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അമ്മേ, ആദിക്ക് ആരുമില്ലാത്ത അവസ്ഥ വന്നാലോ എന്ന് ആലോചിച്ചു നോക്ക്. വിമലാന്റിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് അനാഥാലയത്തിലേക്ക് എത്തണോ? ശ്രുതി പറഞ്ഞ നിയമവശങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അച്ഛന്റെ തീരുമാനം എന്താണ്? സച്ചി ചോദിച്ചു. അന്നേരം രവീന്ദ്രൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹം എല്ലാവരെയും ഒന്ന് നോക്കി. ഈ വീട് പടുത്തുയർത്തിയത് സ്നേഹം കൊണ്ടാണ്. ആദി ഈ വീട്ടിലെ ഓരോരുത്തരെയും അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചിട്ടുണ്ട്. രേവതിയുടെ ജീവൻ രക്ഷിച്ച ആ കുഞ്ഞിനെ ഈ വീട്ടിലെ ഒരംഗമായി കാണാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സച്ചി, നീയും രേവതിയും ഇതിന് മുൻകൈയെടുക്കുന്നുണ്ടെങ്കിൽ എന്റെ പൂർണ്ണ സമ്മതം. ഈ വാക്ക് കേട്ടതും രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സച്ചിയുടെ കൈകൾ മുറുകെ പിടിച്ചു. പക്ഷെ ചന്ദ്രമതിയും ശ്രുതിയും തോൽക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രി ആ വീട് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴും ശ്രുതിയുടെ മുറിയിൽ വിളക്ക് അണഞ്ഞിരുന്നില്ല. അവൾ ഫോണെടുത്ത് ആരൊക്കെയോ വിളിച്ചു. അത് മറ്റാരെയും ആയിരുന്നില്ല, അവളുടെ സ്വന്തം അമ്മയായിരുന്നു. ആദ്യം നോക്കുന്ന വിമലാജിയായിരുന്നു. അമ്മയെ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നാണ് തോന്നുന്നത്. അവർ ആദ്യം ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നാൽ പിന്നെ എനിക്ക് ആദ്യമുള്ള അധികാരമെല്ലാം അങ്ങ് നഷ്ടപ്പെടും. നിങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്നും മാറണം. ആരോടും പറയാതെ ആദ്യം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവണം. ശ്രുതിയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. പക്ഷേ വിമലാന്റി തിരിച്ചു മറുപടി പറഞ്ഞു. ആ മറുപടി ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. മോളെ, രേവതിയും സച്ചിയും ഇന്നിവിടെ വന്നിരുന്നു. അവർ ആദിയോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ മകനാണ് ആദിയെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അവൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്നും ഞാൻ സൂചിപ്പിച്ചു. ശ്രുതി അന്നേരം ആ വാക്ക് കേട്ട് ശ്രുതിയുടെ കൈകളിൽ നിന്ന് ഫോണ് താഴേക്ക് വീഴുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ ഫോണ് താഴേക്ക് വീണു. രേവതിക്ക് ഇനി അധികം വൈകാതെ തന്നെ സത്യം മനസ്സിലാവുമെന്ന് അവൾ ആകെ പേടിച്ചു വിറച്ചു നിന്നു. പിറ്റേ ദിവസം രാവിലെ സച്ചിയും രേവതിയും വിമലാന്റിയെ കാണാൻ വേണ്ടി പോവാനായി ഇറങ്ങിയിരുന്നു. അവർക്കൊപ്പം പോകണമെന്ന് ശ്രുതി വാശി പിടിച്ചു. ലക്ഷ്യം ഒന്നേയുള്ളൂ, വിമലാന്റിയെ വായടപ്പിക്കുക. അവർ അങ്ങനെ ആദിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. വിമലാന്റി ആകെ തളർന്നു വീണ് കിടക്കുന്നു. ആദി കരഞ്ഞുകൊണ്ട് അവരുടെ അരികിലേക്ക് എത്തുകയാണ്. രേവതി ഓടിച്ചെന്ന് ആദിയെ വാരി പുണർന്നു. ഈ ബഹളത്തിനിടയിൽ ശ്രുതി വിമലാന്റിയുടെ അരികിലേക്ക് നീങ്ങി. ആരും കാണാതെ ശ്രുതി വിമലാന്റിയുടെ ചെവിയിലായിട്ട് പറഞ്ഞു. അമ്മ ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. മിണ്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കിനി ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ ദൈവനിമിത്തം പോലെ തന്നെ ആ നിമിഷം രേവതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയുടെ മുഖത്തെ പരിഭ്രമമെല്ലാം തന്നെ രേവതി ശ്രദ്ധിച്ചിരുന്നു. ശ്രുതി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? വിമലാന്റി എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? രേവതിയുടെ മനസ്സിലേതായാലും സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയിരുന്നു. ശ്രുതിയും ആദിയും തമ്മിലുള്ള ആ ഒരു രൂപസാദൃശ്യം അവൾ ആദ്യമായി ഗൗരവത്തോടെ ശ്രദ്ധിച്ചു. ആദിയുടെ കഴുത്തിലെ ആ ചെറിയ മറുകും ശ്രുതിയുടെ കയ്യിലെ മറുകും ഒരേപോലെ തന്നെ ഇരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഒരു പക്ഷേ ആദി ശ്രുതിയുടെ മകനാണോ എന്ന സംശയം പോലും രേവതിക്ക് തോന്നി തുടങ്ങി. ആദി തന്റെ മകനാണെന്ന സത്യം ശ്രുതിക്കിനി എത്ര കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? സച്ചിയും രേവതിയും ആദിയെ ഇനി നിയമപരമായി തന്നെ ദത്തെടുക്കുമ്പോൾ ശ്രുതിക്ക് തന്റെ അമ്മ എന്ന സ്ഥാനം വെളിപ്പെടുത്തേണ്ടി വരുമോ? തന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രുതി നടത്തിയ പുതിയ തന്ത്രങ്ങളും സത്യം കണ്ടെത്താൻ വേണ്ടി രേവതി നടത്തിയ പോരാട്ടവുമാണ് ഇനി ചെമ്പനീർ പൂവിൽ ഉടനീളം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.